നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം പ്രമുഖ സാറ്റലൈറ്റ് ഇമേജിംഗ് കമ്പനിയായ പ്ലാനറ്റ് ലാബ്സ് പശ്ചിമേഷ്യയിലെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് നിയന്ത്രിക്കുന്ന സാഹചര്യം നിലവിൽ വന്നു. യുദ്ധതന്ത്രപരമായ കാരണങ്ങളാലാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ എന്താണ് പ്ലാനറ്റ് ലാബ്സ് എന്ന് ആദ്യം പറയാം. ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളുടെ ഉയർന്ന ഗുണമേന്മയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ, അതായത് സാറ്റലൈറ്റ് ഇമേജസ് ദിവസേന പകർത്തി നൽകുന്ന സ്വകാര്യ കമ്പനിയാണ് പ്ലാനറ്റ് ലാബ്സ്. മാധ്യമങ്ങൾക്കും ഗവേഷകർക്കും യുദ്ധമേഖലകളിലെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ ഇവരുടെ സേവനം വലിയ പങ്ക് വഹിക്കാറുണ്ട്. ഇനി നിയന്ത്രണത്തിന് പിന്നിലെ പെട്ടെന്നുള്ള കാരണം ഇസ്രായേലിലെ അതീവ സുരക്ഷാ മേഖലകളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. അതായത് ഇസ്രായേലിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഹൈഫയിൽ മിസൈലുകൾ പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തായി. അതുപോലെ തന്നെ എണ്ണ ശുദ്ധീകരണശാലകൾ ഇസ്രായേലിന്റെ സാമ്പത്തിക അടിത്തറയായ റിഫൈനറികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും ഉപഗ്രഹ ദൃശ്യങ്ങളിലൂടെ ലോകം അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഇരുട്ടടി എന്നെല്ലാവരും വിശേഷിപ്പിക്കുമ്പോൾ യുദ്ധസമയത്ത് ഉപഗ്രഹ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നത് സൈനിക നീക്കങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് അമേരിക്ക കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനം ഉറപ്പിക്കൽ, അതായത് ബാറ്റിൽ ഡാമേജ് അസസ്മെന്റ്, തങ്ങൾ വിട്ട മിസൈലുകൾ കൃത്യം ലക്ഷ്യസ്ഥാനത്ത് പതിച്ചോ എന്നും എത്രത്തോളം നാശനഷ്ടം ഉണ്ടായെന്നും മനസ്സിലാക്കാൻ ഇറാനെ ഈ ദൃശ്യങ്ങൾ സഹായിച്ചു. ഇത് അടുത്ത ആക്രമണത്തിന്റെ പ്ലാനിങ്ങിന് അവർക്ക് എളുപ്പമാകും. അതുകൊണ്ട് തന്നെയാണ് രഹസ്യ നീക്കങ്ങളിലൂടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വരാനിരിക്കുന്ന സൈനിക വിന്യാസങ്ങൾ ഈ ചിത്രത്തിലൂടെ ശത്രുക്കൾക്ക് ചോരാൻ സാധ്യതയുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ വിവരങ്ങളുടെ അഭാവമാണ് ആദ്യത്തേത്. ഇനി മുതൽ പശ്ചിമേഷ്യയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ലോകത്തിന് പ്രയാസമായിരിക്കും. ഔദ്യോഗികമായി പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രമേ ലഭ്യമാകൂ. യുദ്ധഭൂമിയിലെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്ക് ഇനി വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ ഇസ്രായേലിന് നേരിട്ട തിരിച്ചടികൾ ലോകം കാണാതിരിക്കാനും ഇറാന്റെ ആക്രമണങ്ങളുടെ കൃത്യത വിലയിരുത്തുന്നത് തടയാനുമാണ് ട്രംപ് ഭരണകൂടം സാറ്റലൈറ്റ് കമ്പനികൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ ഇൻഫർമേഷൻ ബ്ലാക്ക്ഔട്ട് എന്നാണ് നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ട്രംപിന്റെ മുന്നറിയിപ്പാണ്. നാളെ രാത്രിയോടെ, അതായത് ചൊവ്വാഴ്ച രാത്രിയോടെ ഇറാൻ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായേക്കാം എന്നാണ് കടുത്ത മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തുള്ളത്. ഇറാനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാളെ രാത്രിയോടെ ഇറാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതായേക്കാം എന്ന വിനാശകരമായ മുന്നറിയിപ്പാണ് വൈറ്റ് ഹൌസിലെ ബ്രീഫിംഗ് റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്. ലോകത്തെ ഇന്ധന വിപണിയെ ബാധിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനം അൾട്ടിമേറ്റം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ട്രംപിന്റെ ഈ ഭീഷണി. അതേസമയം ട്രംപിന്റെ ഭീഷണിയും വെടിനിർത്തലും അപ്പാടെ തള്ളിയിരിക്കുകയാണ് ഇറാൻ. സ്ഥിരമായ യുദ്ധവിരാമം ലക്ഷ്യമിട്ട് ഇറാൻ 10 കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളുകയും ചെയ്തു. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഒരു പെട്രോ കെമിക്കൽ കേന്ദ്രത്തിൽ നിന്നാൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. നിലവിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം അതീവ ഗുരുതരമായി തുടരുകയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഇറാൻ വഴങ്ങാത്ത പക്ഷം കനത്ത വ്യോമാക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ തകർക്കുമെന്നാണ് ഭീഷണി. ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കും. കഴിഞ്ഞയാഴ്ച നടത്തിയ പ്രസംഗത്തിന് സമാനമായി ഇറാന്റെ സൈനിക സാമ്പത്തിക ശേഷി തകർത്ത് അവരെ ശിലായുഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ യുദ്ധവിമാനത്തിലെ ഉദ്യോഗസ്ഥനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ വിവരം ട്രംപ് ഇതിനിടെ വെളിപ്പെടുത്തി. 155 വിമാനങ്ങൾ പങ്കെടുത്ത ഈ വൻ ദൗത്യത്തിൽ ഒരാൾക്ക് പോലും പരിക്കേൽക്കാതെ പൈലറ്റിനെ തിരിച്ചെത്തിക്കാൻ സാധിച്ചത് അത്ഭുതകരമാണെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. എന്നാൽ മാധ്യമങ്ങൾക്കും നാറ്റോയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവും നടത്തി. വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്കെതിരെയും മറ്റ് സഖ്യകക്ഷികൾക്കെതിരെയും ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത്. കാണാതായ അമേരിക്കൻ സൈനികനെ കുറിച്ചുള്ള വിവരം ഔദ്യോഗിക സ്ഥിരീകരണത്തിന് മുമ്പ് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെയാണ് ട്രംപ് ആഞ്ഞടിച്ചത്. നിലവിലെ സാഹചര്യം നോക്കിയാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടായാൽ അത് ഒരു ആഗോള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നിയന്ത്രിച്ചും സൈനിക നീക്കങ്ങൾ പരസ്യപ്പെടുത്തിയും ഒരു വൻ യുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക എന്ന് വ്യക്തമാക്കുന്നതാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ. എന്നാൽ അസാധാരണമായ നീക്കത്തിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കാറുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ തീയതിയും സമയവും മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നത് യുദ്ധ തന്ത്രങ്ങളിൽ വളരെ അപൂർവമായ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് ഇറാനെതിരെയുള്ള ശക്തമായ ഒരു മനഃശാസ്ത്രപരമായ നീക്കമായും, അതായത് സൈക്കോളജിക്കൽ വാർഫെയറായും കണക്കാക്കാം. കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ തങ്ങളുടെ സൈനിക
സൈനിക ശേഷി പ്രദർശിപ്പിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങളായി ചാരമാക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് വരാനിരിക്കുന്ന നീക്കം അങ്ങേയറ്റം വിനാശകരമായിരിക്കും എന്ന് തന്നെയാണ്. ഇത്തരം വാർത്തകൾ പലപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. എന്നാൽ ഡിപ്ലോമാറ്റിക് തലത്തിൽ ഇത്തരം ഭീഷണികൾ പലപ്പോഴും പിന്മാറ്റത്തിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി കണക്കാക്കാം. യുദ്ധം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നതും വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പ്രധാന തർക്ക വിഷയങ്ങളായി നിൽക്കുന്നത് ഒന്നാമത് അണുവായുധ കരാറാണ്. ഇറാൻ അണുവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാനുണ്ടാക്കിയ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും തുടർന്ന് ഇറാനുമേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളുമാണ് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഈ മേഖലയിലെ സ്വാധീനമായി, അതായത് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് സിറിയ, യമൻ, ഇറാഖ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം തടയുക എന്നത് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെയും പ്രധാന ലക്ഷ്യമാണ്. അത് മാത്രമല്ല, പ്രതികാര നടപടികളായി പ്രമുഖ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. ട്രംപിന്റെ മറ്റൊരു തന്ത്രമായി തീയതി വെളിപ്പെടുത്തിയത് സൈനിക നീക്കത്തിന്റെ സമയം മുൻകൂട്ടി പറയുന്നത് സാധാരണ യുദ്ധമുറകൾക്ക് വിരുദ്ധമാണെങ്കിലും ഇതിനു പിന്നിലും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. മാനസിക സമ്മർദ്ദം, അതായത് സൈക്കോളജിക്കൽ പ്രഷർ, അതായത് ശത്രു രാജ്യത്തെ ഭയപ്പെടുത്തുകയും അവരെ സമ്മർദ്ദത്തിലാക്കി പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റാനും നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും അവസരം നൽകുന്നതിലൂടെ ഒരു വലിയ പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് ചിലപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ, യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ലോകത്തെ തന്നെ കൂടുതലായി ബാധിക്കും. എണ്ണവില വർധന, അതായത് ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദന മേഖലയായതിനാൽ അവിടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചു വരാൻ കാരണമാകും. ആഗോള സാമ്പത്തിക മാന്ദ്യവും ഉണ്ടാകും. യുദ്ധം നീണ്ടുപോയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. അതുകൂടാതെ അഭയാർത്ഥി പ്രശ്നവും, അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വലിയൊരു ജനവിഭാഗം മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ഇടയാക്കും. എന്നാൽ ഇറാൻ ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ്. അവർ തിരിച്ചടിക്ക് തയ്യാറായാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നീങ്ങിയേക്കാം. ജർമ്മനിയിൽ ഇന്ധനവില കുതിച്ചു കയറുകയാണ്. ജനങ്ങളെ സഹായിക്കാൻ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കാനുള്ള നീക്കത്തിൽ മെർസ് സർക്കാരിൽ ഭിന്നത ഇപ്പോൾ രൂക്ഷമായി. ജർമ്മനിയിൽ ഇന്ധനവില പ്രതിദിനം പുതിയ റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൽ ഭരണകൂടം പതറുന്ന സ്ഥിതിയാണുള്ളത്. ചാൻസലർ ഫ്രീഡ്രിഷ് മെർസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനുള്ളിൽ പരിഹാര മാർഗങ്ങളെ ചൊല്ലി തർക്കം മുറുകുകയാണ്. സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന നിർദ്ദേശങ്ങളിലായി ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ ധനമന്ത്രി ലാർസ് ക്ലിംഗ്ബൈലും ഉപഭോക്തൃ സംരക്ഷണ മന്ത്രി സ്റ്റെഫാനി ഹൂബിഗും ചേർന്ന് ചില പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് വില നിയന്ത്രണം, പ്രൈസ് ക്യാപ്, ബെൽജിയം, ലുക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങളുടെ മാതൃകയിൽ പെട്രോൾ, ഡീസൽ, എണ്ണ എന്നിവയ്ക്ക് ഫ്ലെക്സിബിളായ പ്രൈസ് ക്യാപ് ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ അമിത ലാഭ നികുതി, അതായത് വിൻഡ്ഫാൾ ടാക്സ്, എണ്ണ കമ്പനികൾ കൊയ്യുന്ന കൊള്ള ലാഭത്തിന് മേൽ പ്രത്യേക നികുതി ചുമത്തുക. ഈ പണം ഉപയോഗിച്ച് പെൻഡുലന്മാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുകയോ ഇന്ധന നികുതി താൽക്കാലികമായി കുറയ്ക്കുകയോ ചെയ്യാം. എന്നാൽ നേരിട്ടുള്ള സഹായമായി കുറഞ്ഞ വരുമാനക്കാർക്ക് പണം നൽകണമെന്നാണ് SPD നിർദ്ദേശിക്കുന്നത്. ഇതിനിടെ ടാസ്ക് ഫോഴ്സിന്റെ ഇടപെടലും ഉണ്ടായേക്കാം. പ്രശ്ന പരിഹാരത്തിനായി രൂപീകരിച്ച പ്രത്യേക പാർലമെന്ററി വർക്കിംഗ് ഗ്രൂപ്പ് വെള്ളിയാഴ്ചയ്ക്കകം വ്യക്തമായ നടപടികൾ പ്രഖ്യാപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർക്ക് നിശ്ചിത തുക സബ്സിഡി നൽകുക, നികുതി അല്ലെങ്കിൽ വൈദ്യുതി നികുതി കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിലേക്കും മറ്റ് പ്രതിസന്ധികളിലേക്ക് ഇത് നയിക്കുമെന്നാണ് ചാൻസലർ പറയുന്നത്. ഈസ്റ്റർ ദിനത്തിൽ ഡൂയിസ്ബർഗിൽ രഹസ്യ സലാഫിസ്റ്റ് യോഗം ചേർന്നത് ജർമ്മനിക്ക് വീണ്ടും തലവേദനയായി. എന്നാൽ നിരീക്ഷണവുമായി ജർമ്മൻ സുരക്ഷാ ഏജൻസികൾ ശക്തമായി രംഗത്തുണ്ട്. ക്രൈസ്തവ ലോക ഈസ്റ്റർ ആഘോഷിക്കുന്ന വേളയിൽ ജർമ്മനിയിലെ ഡൂയിസ്ബർഗിൽ അതീവ രഹസ്യമായി സലാഫിസ്റ്റ് ഗ്രൂപ്പുകൾ യോഗം ചേർന്നത് സുരക്ഷാ ഏജൻസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നഗരത്തിലെ ഫ്രീഡൻ സ്ട്രാസയിലുള്ള അൽ ഫുർഖാൻ മോസ്കിലാണ് വിവാദപരമായ ഇസ്ലാം സെമിനാർ സംഘടിപ്പിച്ചത്. സമാധാനത്തിന് വിരുദ്ധമായ പ്രസംഗങ്ങൾ, അതായത് പുറമെ ശാന്തമെന്ന് തോന്നിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ നടന്ന പ്രസംഗങ്ങൾ സമാധാനത്തിന് നിരക്കാത്തതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈസ്റ്റർ ദിനങ്ങളിൽ തന്നെ ഇത്തരമൊരു യോഗം തെരഞ്ഞെടുത്തത് ബോധപൂർവമാണോ എന്നും സംശയമുണ്ട്. ജർമ്മൻ ഇന്റലിജൻസ് ഏജൻസിയായ, അതായത് ഫെർഫാസുംഗ്ഷുട്സ്, നേരത്തെ തന്നെ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 പ്രമുഖ വ്യക്തികൾ ഈ സെമിനാറിൽ പങ്കെടുത്തതായിട്ടാണ് വിവരം. അതീവ രഹസ്യമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനം നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ഇനി എന്താണ് സലാഫിസം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ അങ്ങേയറ്റം യാഥാസ്ഥിതികരും തീവ്രവുമായ
ഒരു ചിന്താധാരയാണ് സലാഫിസത്തെ ജർമ്മൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇവരിൽ പലരും ജർമ്മനിയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് അധികൃതർ വിശ്വസിക്കുന്നു. ഡൂയിസ്ബുർഗിലെ ഈ പ്രത്യേക പള്ളി നേരത്തെയും ചില വിവാദങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നടന്ന പ്രസംഗങ്ങളെക്കുറിച്ചും പങ്കെടുത്തവരെക്കുറിച്ചും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ഇറാൻ യുദ്ധത്തിന്റെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറച്ചു. ആശങ്കയായി നിലനിൽക്കുന്നത് ഇന്ധനവിലയാണ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന ഇറാൻ യുദ്ധം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിന് തിരിച്ചടിയാവുകയാണ്. പ്രമുഖ ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മോഡീസ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനം 6% കുറച്ചത്. യുദ്ധം ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയെ തകിടം മറിച്ചതായി കണക്കാക്കുന്നു. ഇതിലെ പ്രധാന പോയിന്റുകളായി വളർച്ചാ മുരടിപ്പ് യുദ്ധത്തിനു മുമ്പ് കണക്കാക്കിയിരുന്നതിനേക്കാൾ കുറഞ്ഞ വളർച്ചാ നിരക്കാണ് ഇനി ഇന്ത്യക്ക് പ്രതീക്ഷിക്കാനാവുക എന്നാണ് മോഡീസ് റിപ്പോർട്ട് പറയുന്നത്. ഇന്ധന ഇറക്കുമതിയിലൂടെ ലോകത്തെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയെ ഇറാന്റെ പക്കൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിലുണ്ടായ തടസ്സം സാരമായി ബാധിച്ചിട്ടുണ്ട്. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു വരുന്നത് ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്തു. അതേസമയം ഇറാൻ പ്രതിസന്ധി നീണ്ടുപോകുന്നത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തെയും ധനക്കമ്മിയെയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് സാമ്പത്തിക വിദഗ്ധർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.